അല്ലാഹുവിന്റെ റസൂലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്തിലൂടെ കടന്നു പോകുമ്പോൾ വല്ലാത്ത സുഗന്ധം അടിച്ചു വീശുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എവിടുന്നാണ് ജിബ്രീലേ ഈ സുഗന്ധം അടിച്ചു വീശുന്നത്? യാ റസൂലല്ലാഹ്, അത് സ്വർഗ്ഗത്തിന്റെ പരിമളമാണ് നബിയേ, അത് സ്വർഗ്ഗത്തിൽ നിന്ന് അടിച്ചു വീശുന്ന പരിമളമാണ് നബിയേ. എവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ ഒരു കബറങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കബറങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ആ കാണുന്ന കബറിൽ നിന്നാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, ജിബ്രീലേ ഏത് പ്രവാചകന്റെ കബറാണ്, ആരുടെ കബറാണെന്ന് ചോദിക്കുകയാണ്. അത് പ്രവാചകന്റെ കബറല്ല നബിയേ, ഒരു പെണ്ണിന്റെയും 3 മക്കളുടെയും കബറാണ് നബിയേ. ഒരു വേലക്കാരിയായ അടിമയായ ഒരു പെണ്ണിന്റെയും 3 മക്കളുടെയും കബറാണ് നബിയേ. ആ കബറിനുള്ളിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതം തോന്നുകയാണ്. ബുറാഖ് അടുപ്പിക്കു ജിബ്രീലേ, ആ കബറിന്റെ അടുത്തേക്ക് പോകൂ ജിബ്രീലേ, പോകാമോ എന്ന് ചോദിക്കുകയാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ആരാണ് ഈ ഉമ്മയും മക്കളും ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, മാഷിതാ ബീബി റളിയല്ലാഹു തആല അൻഹയും 3 മക്കളുമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, ആരാണ് മാഷിത്ത എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് നബിയെ. ആ പെണ്ണിന് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ സ്നേഹനിധികളായ സഹോദരിമാരെ, നിങ്ങൾ ഓരോരുത്തരും പാറയിൽ എഴുതിയതുപോലെ നിങ്ങളുടെ മനസ്സിൽ എഴുതി വെച്ചോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാണ്, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മാഷിതാ, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും എന്ത് നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അല്ലാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. മാഷിതാ ബീബി റളിയല്ലാഹു തആല അൻഹാ ഫിർഔനിന്റെ മകളുടെ മുടി ചീകാൻ ചേർപ്പെടുക്കുകയാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഓർമ്മ വരികയാണ്. ചേർപ്പെടുത്ത സമയത്ത് അതാ മാഷിതാ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലാഹ്. ഫിർഔനിന്റെ മകളങ്ങ് കേൾക്കുകയാണ്. ഉടൻ തന്നെ ബാപ്പാന്റെ ചെവിയിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഫിർഔൻ അവിടുന്ന് ചിന്തിക്കുകയാണ്, കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായെന്ന് പുറത്തറിഞ്ഞാൽ, കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായെന്ന് പുറത്തറിഞ്ഞാൽ വലിയ നാണക്കേടല്ലയോ? മാഷിതാ ബീബി റളിയല്ലാഹു തആല അൻഹയെ ഫിർഔൻ അതാ അടുത്തേക്കങ്ങ് വിളിക്കുകയാണ്. എന്നിട്ടതാ ഇസ്ലാം അങ്ങ് ഉപേക്ഷിക്കാൻ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരുപാട് ഉപദേശങ്ങൾ അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് മാഷിതാ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അതാ മടങ്ങി വരാൻ പറയുകയാണ്. പക്ഷേ മാഷിതാ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് മടങ്ങി വന്നില്ല. നാട്ടുകാരറിയാൻ തുടങ്ങി, ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ്. രാജാവ് മുഴുവൻ മന്ത്രിമാരെയും വിളിച്ചു കൂട്ടുകയാണ്.
പോവുകയാണ്. മാഷിത്തയുടെ വിഷയം അതാ അവർ ചർച്ചയ്ക്ക് വെക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒരു തീരുമാനമെടുക്കുകയാണ്, എങ്ങനെയെങ്കിലും മാഷിത്തയെ തിരിച്ചു കൊണ്ടുവരണം, എന്നിട്ട് എല്ലാവർക്കും മാതൃകയായ ഒരു ശിക്ഷ കൊടുക്കണമെന്ന് തീരുമാനമെടുക്കുകയാണ്. പക്ഷേ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പിന്മാറാൻ തയ്യാറായില്ല. അങ്ങനെ അതാ ഒരു വലിയ ചട്ടി അങ്ങ് എടുക്കുകയാണ്, അതിൽ എണ്ണ നിറച്ചുകൊണ്ട് അതാ ചൂടാക്കുകയാണ്. എന്നിട്ട് മാഷിത്ത ബീബിയെ കൊണ്ടുവരികയാണ്. അവിടുന്ന് മാഷിത്ത ബീബിയോട് ചോദിക്കുകയാണ്, മാഷിത്ത, നീ ശിലാവധം വിട്ട് ഞങ്ങളിലേക്ക് വരാൻ തയ്യാറാണോ? അല്ലാഹുവിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മതത്തിലേക്ക് വരാൻ തയ്യാറാണോ? മാഷിത്ത ബീബി റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരൂല, നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരികയില്ല. അങ്ങനെ തിളച്ചു മറിയുന്ന എണ്ണ ചൂടാക്കി കാണിച്ച് മാഷിത്തയോട് പറഞ്ഞു, മാഷിത്ത, ഇത് നിനക്കുള്ളതല്ല. എന്നിട്ട് 7 വയസ്സുള്ള പൊന്നുമോളെ പിടിച്ചു കൊണ്ടുവരികയാണ്. മാഷിത്തയുടെ 7 വയസ്സുള്ള പൊന്നുമോളെ പിടിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് എണ്ണയുടെ മുകളിലേക്ക് നിർത്തിയിട്ട് മാഷിത്തയോട് ചോദിക്കുകയാണ്, മാഷിത്ത, നീ ഇസ്ലാമതം വിട്ട് വരാൻ തയ്യാറാണോ? അല്ലാഹുവിനെ വിട്ട് തിരിച്ചു വരാൻ തയ്യാറാണോ? എങ്കിൽ നിന്റെ പൊന്നുമോളെ വിട്ടേക്കാമെന്ന് പറഞ്ഞപ്പോ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും ഇസ്ലാം മതം വിട്ട് ഞാൻ വരൂല. എന്നിട്ട് മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ പൊന്നുമോളെ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. അവിടുന്ന് ചുംബനം കൊടുക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, എന്റെ പൊന്നുമോള് കരയല്ലേ, എന്റെ പൊന്നുമോള് കരയല്ലേ, നമ്മൾ സ്വർഗത്തിലാണ്, നമ്മൾ സ്വർഗത്തിലാണ്, നമ്മൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ സ്വർഗത്തിൽ കാണാം എന്ന് പറഞ്ഞ് പൊന്നുമോളെ യാത്രയാക്കുകയാണ്. തിളച്ചു മറിയുന്ന എണ്ണയിൽ പൊന്നുമോളെ ഇടുകയാണ്. അവിടുന്നതാ മരണത്തിന്റെ വേദനയിലതാ പൊന്നുമോള് കരയുകയാണ്. പക്ഷേ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണിൽ നിന്ന് ഒരൊറ്റ കണ്ണുനീര് വന്നില്ല. രണ്ടാമത്തെ മകളെയും കൊണ്ടുവരികയാണ്. രണ്ടാമത്തെ മകളെയും കൊണ്ടുവന്നിട്ടതാ എണ്ണയുടെ മുകളിലേക്ക് നിർത്തുകയാണ്. എന്നിട്ട് മാഷിത്ത ബീബിയോട് ചോദിക്കുകയാണ്, മാഷിത്ത, നിനക്ക് മാറ്റമുണ്ടോ? മാഷിത്ത, നിനക്ക് മാറ്റമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്റെ സഹോദരിമാരെ, സീരിയലിന്റെ കഥയല്ല, വല്ലവരും എഴുതി വെച്ച സാങ്കല്പിക കഥയല്ല. മിഹ്റാജിന്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ചരിത്രമാണ്. മിഹ്റാജിന്റെ രാത്രി ഹബീബായ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ചരിത്രമാണ്. രണ്ടാമത്തെ കുട്ടിയെയും എണ്ണയിലിട്ട് കരിക്കുകയാണ്. അപ്പോഴും മാഷിത്ത ബീബി റളിയല്ലാഹു തആല അവിടുന്ന് പതറിയില്ല. മൂന്നാമതായിട്ട് ആരെയാണ് കൊണ്ടുവന്നെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, 7 മാസം പ്രായമുള്ള പൊന്നുമോനെയാണ്, 7 മാസം പ്രായമുള്ള പൊന്നുമോനെയാണ് കൊണ്ടുവന്നത്. ചോരയുടെ മണം മാറാത്ത പൊന്നുമോനെയാണ് കൊണ്ടുവന്നത്. പാല് കൊടുത്ത് കൊതി മാറാത്ത പൊന്നുമോനെയാണ് കൊണ്ടുവന്നത്. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഈ കുട്ടിയുടെ മുഖത്തേക്കൊന്നു നോക്കും മാഷിത്ത, ഇനിയും നീ തിരിച്ചു വരാൻ തയ്യാറാണോ? നിന്റെ അല്ലാഹനെ വിട്ട് നീ തിരിച്ചു വരാൻ തയ്യാറാണോ? മാഷിത്ത ബീബി റളിയല്ലാഹു തആല അവിടുന്ന് പതറിപ്പോവുകയാണ്. പ്രസവിച്ചിട്ട് 7 മാസം മാത്രമേ ആയുള്ളൂ. കണ്ട് കൊതി തീരാത്ത പൊന്നുമോ മാഷിത്ത ബീബി റളിയല്ലാഹു തആല നിന്ന് കരയുകയാണ്. അവിടെ നിന്ന് ആ പൊന്നുമോനെ നോക്കിക്കൊണ്ട് കരയുകയാണ്. ശത്രുക്കൾ കരുതിയതാ തോറ്റുപോയിരിക്കുകയാണ്. മാഷിത്തെ അവിടുന്ന് തോറ്റുപോയിരിക്കുകയാണ്. എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. എല്ലാവരും മാഷിത്ത ബീബിയെ കളിയാക്കാൻ തുടങ്ങി. ആ സമയത്തതാ സംസാരിക്കാൻ പോലും പ്രായമാകാത്ത പൊന്നുമോൻ അവിടുന്ന് പറയുകയാണ്, കരയല്ല ഉമ്മ, ഇവന്മാരുടെ ഇടയിൽ തോറ്റുകൊടുക്കരുത് ഉമ്മ.
പൊന്നുമോനോടുള്ള സ്നേഹം കൊണ്ട് മാഷിത ബീബി അതാ വീണ്ടും അവിടുന്ന് കരയുകയാണ്. അവിടുന്ന് പൊന്നുമോൻ പറയുകയാണ്, ഉമ്മാ ഇവിടുത്തെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയും ഉമ്മ, ഈ എണ്ണയുടെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയും ഉമ്മ. പക്ഷേ നാളെ മഹ്ശറയുടെ ചൂടുണ്ടല്ലോ, നരകത്തിന്റെ ചൂടുണ്ടല്ലോ, ആ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയില്ല ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ആ മകനെ അതാ ഉമ്മ കെട്ടിപ്പിടിച്ചതാ, ഒരുപാട് ചുംബനങ്ങൾ കൊടുത്തതാ, യാത്രയാക്കുകയാ.